രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ പാടെ വെറും വയറ്റിൽ വെള്ളം കുടിക്കും, ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോൾ ബ്രഷ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാത്രി ഓട്സ് ഓവർനൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് 1 മാസത്തോളം ആയി കേട്ടോ വീഡിയോ. അപ്പോൾ ഓട്സും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പാലൊക്കെ വെച്ചിട്ട് ഓവർനൈറ്റ് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സലാഡൊക്കെ കുടിക്കുന്നൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഓട്സ് കുടിക്കുന്നതാണ് തോന്നുകയില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അർമാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വെറും ചായ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും തിന്നിട്ടാണ് പോക്ക്. അപ്പോൾ ഇന്ന് ഓട്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്സ് കുടിച്ചിട്ട് പിന്നെ ആകെ 2-3 സ്പൂൺ അത്രയേ കുടിക്കൂ, കുറേയൊന്നും കുടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവന് സ്കൂളിൽ പോകുമ്പോൾ ഓട്സും കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അർമാൻ സ്കൂളിൽ പോയി, പിന്നെ മോളും കൂടി പോയിട്ടോ. അപ്പോൾ മോളും കുറച്ച് ഓട്സ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവൾ ഉമ്മ വന്നിട്ടേ സ്കൂളിൽ പോകട്ടെ. അർമാൻ അധികം മറന്നു പോകും, പക്ഷെ മോൾ ഉമ്മ വന്നിട്ടേ പോകാറുള്ളൂ. ഇനി നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുമ്പം അത്രപ്പാടൊന്നുമില്ല. ഒരു 3 പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാനിപ്പം കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട്. ഈ റോസ് വാട്ടർ ജെല്ലാണ് ഞാൻ എന്താ പറയുക ടോണറായിട്ട് യൂസ് ആക്കല കേട്ടോ. അത് കുറേ ആയി ഞാൻ യൂസ് ആക്കുന്ന റോസ് വാട്ടർ ജെല്ല്. ഇത് ജെല്ലാണ് കേട്ടോ, ബഞ്ചാരസിൻ്റെ. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നമ്മളിത് ഫേസിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റീഫ്രഷിങ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ക്ലെൻസർ ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യലൊന്നുമില്ല. ഈ ടോണർ ഞാൻ ദിവസവും ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കും. ആ ഒരു റീഫ്രഷിങ് ആണ്. പിന്നെ ഈ ക്ലെൻസർ ഇതിപ്പോൾ പുതിന ഇലയും വൈറ്റമിൻ B3 അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ക്ലെൻസറാണ്, ഫേഷ്യൽ ക്ലെൻസറാണ്. പിന്നെ പോർസ് മിനിമൈസിങ് ആണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കുഴികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മിനിമൈസ് ആവുമെന്ന് ഇതിൽ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ആക്കലുണ്ട്. നമ്മളെ മുഖത്തിങ്ങനെ രോമക്കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനുള്ള അഴുക്കൊക്കെ ഇങ്ങനെ പോകും. സ്പ്രേ ബോട്ടിൽ പോലത്തെ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു കോട്ടൺ പാഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നല്ലൊരു റീഫ്രഷിങ് ആണ്, നല്ലൊരു തണുപ്പാണ് കേട്ടോ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഡെയിലി ഞാൻ ചെയ്യലില്ല, 2 ദിവസം ഇടവിട്ടിട്ടാണ് ചെയ്യൽ. പക്ഷേ ബഞ്ചാരസിൻ്റെ റോസ് വാട്ടർ ജെല്ല് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യലുണ്ട് കേട്ടോ, സ്പ്രേ ചെയ്യലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ നിവിയേൻ്റെ റിഫ്രഷിങ് സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. കുറേ ആയിട്ട് ഇതാണ് യൂസ് ആക്കുന്നത് മോയ്സ്ചറൈസർ. ഞാൻ ഒന്നെന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എന്താ കയ്യിൽ കിട്ടിയ നല്ലതാണെങ്കിൽ അത് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ചായി നിവിയേൻ്റെ പിന്നെ പണ്ടേ ഉള്ള സാധനമായതുകൊണ്ട് നല്ല ധൈര്യത്തിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. എന്താ പറയുക, കൂടുതലൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചു. ചായ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. പിന്നെ ഇതൊരു 4 മന്ത് പ്രഗ്നൻസി ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 6 മന്ത് കംപ്ലീറ്റ് ആയി, 7 മന്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഈ ഓട്സ് തന്നെയാണ് കേട്ടോ കുടിക്കുന്നത്. ഈ ഓവർനൈറ്റ് ഓട്സ് ആയതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരു ഫ്രൂട്ട് സലാഡൊക്കെ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സും പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ചിയാ സീഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.